ME 202 അഡ്വാൻസ്ഡ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ S3-ൽ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റൊക്കെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒരു വട്ടം ഒന്ന് റിഫ്രഷ് ചെയ്യുക ഇടയ്ക്ക്. അപ്പം ഫസ്റ്റ് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ പോലെ നോക്കാം, എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്ന കുറച്ച് കൺസെപ്റ്റുകൾ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്തായിരുന്നു സോളിഡ് മെക്കാനിക്സ്? സോളിഡ് മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സബ്ജക്റ്റ് or it is a branch of applied mechanics that deals with the behavior of solid bodies subjected to various types of loads. അപ്പോൾ സോളിഡ് ബോഡീസിൻ്റെ ബിഹേവിയർ, പലതരത്തിലുള്ള ബിഹേവിയർ എങ്ങനെയാണ്? വെൻ സബ്ജക്റ്റഡ് ടു വേരിയസ് ടൈപ്സ് ഓഫ് ലോഡ്, പല ടൈപ്പ് ലോഡുകളുണ്ട്. അപ്പോൾ ഈ ലോഡുകളൊക്കെ ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ സോളിഡിൻ്റെ ബിഹേവിയർ, അതിനെയാണ് നമ്മൾ സോളിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സോളിഡ് മെക്കാനിക്സ് തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്താണ്? മെക്കാനിക്സ് ഓഫ് റിജിഡ് ബോഡീസ്, അതേപോലെ മെക്കാനിക്സ് ഓഫ് ഡീഫോമബിൾ സോളിഡ്സും. മെക്കാനിക്സ് ഓഫ് റിജിഡ് ബോഡീസിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് വെച്ചാൽ എന്താണ്? ബോഡീസ് എല്ലാം റിജിഡാണ്, ഡീഫോം ആവത്തില്ല. അപ്പോൾ അതിനകത്ത് ആക്ട് ചെയ്യുന്ന ലോഡുകൾ, സ്റ്റാറ്റിക് ലോഡ്, ഡൈനാമിക് ലോഡ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിനകത്ത് വരുന്നത്. പിന്നെ മെക്കാനിക്സ് ഓഫ് ഡീഫോമബിൾ സോളിഡ്സ്, അതിനാണ് മെക്കാനിക്സ് ഓഫ് മെറ്റീരിയൽസ് എന്നൊക്കെ പറയും. അപ്പോൾ അതിനകത്ത് വരുന്നത് ഡീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെറ്റീരിയൽ ഡീഫോം ചെയ്യുന്നു എന്നുള്ളൊരു അസംഷനിലാണ് ചെയ്തു വരുന്നത്. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നതും അതൊക്കെ തന്നെയാണ്. ഡീഫോമബിൾ ബോഡീസാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന ഫോഴ്സ് എന്തായിരിക്കും, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ മെറ്റീരിയൽ ബിഹേവിയർ, ഇതൊക്കെയായിരിക്കും നമ്മൾ പഠിക്കുക. അപ്പോൾ ഇനിയും അതേപോലെ തന്നെ ഫോഴ്സസിൻ്റെ കേസിൽ ബേസിക്കലി രണ്ട് ടൈപ്പ് ഫോഴ്സാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയായിരുന്നു? ടെൻസൈൽ ഫോഴ്സും ഉണ്ട്, കംപ്രസീവ് ഫോഴ്സും ഉണ്ട്, അല്ലേ? അപ്പോൾ ഈ ടെൻസൈൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെൻസൈൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയുടെ എന്താണ്, അല്ലെങ്കിൽ എന്താണ്, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ഫോഴ്സ് അപ്ലൈയിങ് എവേ ഫ്രം ദ പോയിൻറ്റ്, ഒരു പോയിൻറ്റിൽ നിന്ന് എവേയിലേക്ക് ആക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ടുവേർഡ്സ് ദ പോയിൻറ്റ്, അല്ലെ ടുവേർഡ്സ് ദ ബോഡി ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് എന്താണ് നമ്മൾ കംപ്രസീവ് ഫോഴ്സ്. അപ്പോൾ കംപ്രസീവ് ഫോഴ്സ് പറഞ്ഞാൽ അതിനെ കംപ്രസ് ചെയ്ത് പോകുന്നു, അമർത്തുന്നു. ടെൻസൈൽ എന്ന് പറഞ്ഞാൽ വലിക്കുന്നു എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ ടെൻസൈൽ ഫോഴ്സ് ആൻഡ് കംപ്രസീവ് ഫോഴ്സ്, രണ്ട് ടൈപ്പ് ഫോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ കസേരയുടെ കാലിനകത്തൊക്കെ, ഇപ്പോൾ ഒരു കസേരയ്ക്കകത്ത് ഇരിക്കുകയാണെങ്കിൽ കസേരയുടെ കാലിൽ അനുഭവിക്കുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്രസീവ് ഫോഴ്സാണ്. ഇനി നേരെ മറിച്ചൊരു കയറാണെങ്കിൽ കയറിലൊരു വെയിറ്റ് കെട്ടി തൂക്കിയേക്കാണ്, അപ്പോൾ ആ കയറിനകത്ത് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? ടെൻസൈൽ ഫോഴ്സാണ് എന്നൊക്കെ നമ്മൾ സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്തായിരുന്നു. ഇനി പ്രധാനമായിട്ടും 4 ടൈപ്പ് ലോഡിനെ പറ്റി പറഞ്ഞായിരുന്നു. ഒന്ന് സ്റ്റാറ്റിക് അല്ലെങ്കിൽ ഡെഡ് ലോഡ്. സ്റ്റാറ്റിക് അല്ലെങ്കിൽ ഡെഡ് ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലക്ച്വേറ്റിംഗ് അല്ലാത്ത, നോൺ ഫ്ലക്ച്വേറ്റിംഗ് ലോഡ്. മെയിൻലി ഫോർ എക്സാമ്പിൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ്? ഫ്ലക്ച്വേറ്റിംഗ് അല്ല, ഇങ്ങനെ ഒറ്റ ഫോഴ്സായിട്ട് ഇങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ ഡെഡ് ലോഡ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ലോഡ്സ് എന്ന് പറയും. ഇനി അതല്ലാതെ വേരി ചെയ്യുന്ന ടൈപ്പ് ലോഡുകളുണ്ട്, അതായത് ലൈവ് ലോഡ്സ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ബ്രിഡ്ജിൻ്റെ മേളിൽ കൂടെ ഒരു വെഹിക്കിൾ, ഏതെങ്കിലും ലോറി അല്ലെങ്കിൽ കാർ എന്തെങ്കിലുമൊക്കെ പോവുക, അപ്പോൾ ആ ബ്രിഡ്ജിൽ ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലൈവ് ലോഡാണ്. അതായത് ഇങ്ങനെ വേരി ചെയ്ത് പോകുന്നുണ്ട്. ഇനി നെക്സ്റ്റ് തേർഡ് എന്ന് പറഞ്ഞാൽ ഇമ്പാക്റ്റ് ലോഡ് അല്ലെങ്കിൽ ഷോക്ക് ലോഡ്. അപ്പോൾ അതൊരു സഡൻ ബ്ലോസ്, അതായത് ഇപ്പോൾ ടർബൈൻ ബ്ലേഡ്സിൽ ഇങ്ങനെ വെള്ളം വന്ന് വീഴുന്നു, പെട്ടെന്ന് വന്ന്, അല്ലെ ഒരു ഇമ്പാക്റ്റ് ലോഡ്, അല്ലെ എന്താണ്, ഒരു സഡൻ ബ്ലോ വഴി കൊടുക്കുന്ന ലോഡ്, അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഇമ്പാക്റ്റ് ലോഡ് അല്ലെങ്കിൽ ഷോക്ക് ലോഡ്സ് എന്ന് പറയും. ഇനി ലാസ്റ്റ് പറയുന്നത് ഫറ്റിഗ് അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ലോഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്നുകിൽ സൈൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക, ഓൾട്ടർനേറ്റ് ആയിട്ട് സൈൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, പ്ലസ് മൈനസ് ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ വാല്യൂ, ഇപ്പോൾ ഒരു 2 ന്യൂട്ടൺ, 5 ന്യൂട്ടൺ, 10 ന്യൂട്ടൺ, 2 ന്യൂട്ടൺ, അങ്ങനെ മാറി വരുന്നു, ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ചെയ്ത് വരുന്നു. ഇങ്ങനത്തെ ടൈപ്പ് ലോഡ്സിനെയാണ് നമ്മൾ എന്താ പറയുക, ഫറ്റിഗ് അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ലോഡ്സ് എന്ന് പറയും. Okay, consider an object like this.
ഇനി ഇതിനകത്ത് കുറച്ച് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നു. F1, F2, അതുപോലെ F3, ഇങ്ങനെ ഇരിക്കട്ടെ, F4, ഇങ്ങനെ കുറേ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് കരുതുക. അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ ഇങ്ങനെ ഇത്രയും ഫോഴ്സ് കാരണം ഈ ബോഡി ഇക്വിലിബ്രിയത്തിലാണെന്ന് കരുതുന്നു. അപ്പോൾ നമുക്കിപ്പം തൽക്കാലം ജസ്റ്റ് ഇതിനൊന്ന് സെക്ഷൻ ചെയ്യാണ്. ഇത് നമ്മൾ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്തിട്ട് നമ്മളിതിനെ സെക്ഷൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ താഴത്തെ പോർഷൻ നമ്മളങ്ങ് വെട്ടിക്കളഞ്ഞെന്ന് കരുതുക. അപ്പോൾ അങ്ങനെ വെട്ടിക്കളയുമ്പം ഈ താഴത്തെ പോർഷൻ പോയി. അപ്പോൾ താഴത്തെ പോർഷൻ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഇങ്ങനൊരു പോർഷനാണ് നമുക്ക് കിട്ടുക, അല്ലേ? ഇങ്ങനൊരു പോർഷൻ കിട്ടി. അപ്പോൾ താഴെ ഒരു പോർഷൻ ഇല്ല. അപ്പോൾ ഇനി ഇത് ഇക്വിലിബ്രിയത്തിലാകണമെങ്കിൽ ഇവിടെ ഒരു ഫോഴ്സ്, ഇപ്പോൾ സപ്പോസ് ഇവിടെ നമുക്കൊരു ചെറിയൊരു പോർഷൻ നമ്മൾ എടുക്കുകയാണ്, ഒരു ഏരിയ എടുത്തു, DA, ഒരു സ്മോൾ ഏരിയ DA എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഏതോ ഒരു ഫോഴ്സും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഇക്വിലിബ്രിയത്തിലെത്തിയേനെ. ലെറ്റ് ഇറ്റ് ബി ഡെൽറ്റ എഫ്. ഈ ഡെൽറ്റ എഫും കൂടെ ഉണ്ടെങ്കിൽ ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാവും. അപ്പോൾ ഈ ഡെൽറ്റ എഫ് ആക്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ ഏരിയ, ഇപ്പോൾ നമ്മൾ സെക്ഷൻ ചെയ്ത ഏരിയയിലെ ഒരു ചെറിയ ഏരിയയാണ് DA. ഇനി നമ്മൾ ഏത് ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാലും ഏരിയനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എപ്പോഴും ആ ഏരിയയ്ക്ക് നോർമലായിട്ടുള്ള ഒരു വെക്ടർ ഉണ്ടാവും. നോർമൽ വെക്ടർ, ഇവിടുത്തെ കേസിലാണെങ്കിൽ ഇതിൻ്റെ ഒരു നോർമൽ വെക്ടർ എന്ന് പറയുന്നത് n ഉണ്ടെങ്കിൽ ആ n വെച്ചിട്ടായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ എഫിനെ നമ്മൾ ഡെൽറ്റ എഫിന് പകരം നമ്മൾ ഡെൽറ്റ എഫ് മുകളിലൊരു എന്നും കൂടെ നമ്മൾ കൊടുക്കും. ജസ്റ്റ് ചില നൊട്ടേഷൻ ഉണ്ടാവും, ഡെൽറ്റ എഫ് n എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാം, n കൊടുക്കാം, n കൊടുക്കാതിരിക്കാം, എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മൾ തൽക്കാലം നമ്മൾ n എന്ന് കൊടുക്കുന്നുണ്ടെന്ന് കരുതുക. അപ്പോൾ വേറൊന്നുമല്ല, ഡെൽറ്റ എഫ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ ഒരു റെസിസ്റ്റിംഗ് ഫോഴ്സാണ്. ഈ ഫോഴ്സ് ഇനി പെർ യൂണിറ്റ് ഏരിയ ഈ പറഞ്ഞ DA അതിനെയാണ് നമ്മൾ ട്രാക്ഷൻ എന്ന് പറയും. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് പറയുന്നുണ്ട് ട്രാക്ഷൻ വെക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇനി വരുന്നുണ്ട്, ഡീൽ ചെയ്യുന്നുണ്ട്. ഡിനോട്ടഡ് ബൈ T. അപ്പം TN എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. TN എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ട്രാക്ഷൻ വെക്ടർ ഓൺ ദ ഏരിയ വിത്ത് നോർമൽ n ക്യാപ്പ്. അതിനാണ് നമ്മൾ TN എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ 3 കമ്പോണൻസ് ഉണ്ടെങ്കിൽ XYZ ആണെങ്കിൽ TXN, TYN, TZN 3 കമ്പോണൻസ് ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് ഡീൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ എന്താ ട്രാക്ഷൻ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് പറഞ്ഞു. ഇനി എ സോളിഡ് ഈസ് ഇൻ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം അണ്ടർ ദ ആക്ഷൻ ഓഫ് എ ഫോഴ്സ് ഓർ എ സിസ്റ്റം ഓഫ് ഫോഴ്സ് അണ്ടർഗോ ഡീഫോർമേഷൻ. അപ്പോൾ ഒരു ഇക്വിലിബ്രിയം, സ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലുള്ളൊരു ബോഡി ഓൾറെഡി ഇക്വിലിബ്രിയത്തിലായിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡീഫോർമേഷൻ സംഭവിക്കും, അല്ലേ? ഡീഫോമബിൾ ബോഡിയാണെന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? അപ്പം ഡീഫോമബിൾ ബോഡിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ഫോഴ്സ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഷേപ്പ് മാറും. അപ്പോൾ ഷേപ്പ് മാറുമ്പോൾ നമ്മൾ ആലോചിക്കുക, അതിൻ്റെ അകത്ത് മോളിക്യൂൾസിൻ്റെയൊക്കെ മോളിക്കുലാർ ലെവലിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എന്താണ്, മോളിക്യൂൾസിൻ്റെ പൊസിഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യും, അല്ലേ? അപ്പം അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, ഓൾറെഡി ഉണ്ടായിരുന്ന ഡിസ്റ്റൻസ് ആയിരിക്കില്ല. ഇപ്പോൾ 2 മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് മാറുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റത്തിനെ എപ്പോഴും ബോഡി റെസിസ്റ്റ് ചെയ്യും. എന്ത് മാറ്റം വന്നാലും അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും, അല്ലേ? ഇപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ തന്നെ റിവിഷൻ ക്ലാസ് വെക്കുന്നു, വെറുതെ ഇരിക്കാനുള്ള ടെൻഡൻസിയാണ് എല്ലാവർക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു റിവിഷൻ ക്ലാസ് വെക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിനെ എങ്ങനെയും റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഒരു അസൈൻമെൻറ്റ് വെക്കണം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനെ എങ്ങനെ റെസിസ്റ്റ് ചെയ്യാമെന്ന് നിങ്ങൾ ചിന്തിക്കും. അപ്പോൾ പറയും നെറ്റിന് സ്ലോ ആണ്, അല്ലെങ്കിൽ റേഞ്ച് കിട്ടുന്നില്ല, ഫോൺ ചൂടാവുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയാൻ പറ്റും, അല്ലേ?
അപ്പോൾ ഇതേപോലെ തന്നെ ബോഡിയുടെ കേസിലാണെങ്കിലും ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്നതാണ് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ, ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഒരു ചേഞ്ച് വരുമ്പോൾ ആ ചേഞ്ചിനെ എങ്ങനെയെങ്കിലും പ്രിവെൻറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് സിസ്റ്റം തന്നെ ക്രിയേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ റെസിസ്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു റെസിസ്റ്റിംഗ് ഫോഴ്സ് ഉണ്ടാവും. റെസിസ്റ്റിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ നമുക്ക് ഈ ട്രാക്ഷൻ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ വരുവാണ്. എ മെഷർ ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് റെസിസ്റ്റിംഗ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ പ്ലെയിൻ പാസിംഗ് ത്രൂ എ പോയിൻറ്റ് ഓൺ ദ ബോഡി ഈസ് കോൾഡ് റെസിസ്റ്റിംഗ് ട്രാക്ഷൻ, അല്ലെങ്കിൽ ഇൻറ്റേർണൽ ട്രാക്ഷൻ, അല്ലെങ്കിൽ സിംപ്ലി ട്രാക്ഷൻ. ഈ പറഞ്ഞ സാധനമാണ് എന്താണ് റെസിസ്റ്റിംഗ് ട്രാക്ഷൻ, അല്ലെങ്കിൽ ഇൻറ്റേർണൽ ട്രാക്ഷൻ, അല്ലെങ്കിൽ സിംപ്ലി നമ്മളിനി ട്രാക്ഷൻ എന്ന് മാത്രമായിരിക്കും പറയാം, ഡിനോട്ടഡ് ബൈ ടി. അപ്പോൾ മാത്തമാറ്റിക്കലി അതിനെ നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എന്താണ് ടി ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എ ടെൻസ് ടു 0 ഡെൽറ്റ എഫ് ബൈ ഡെൽറ്റ എ. ഡെൽറ്റ എ ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ് ഏരിയ ചെറുതായിട്ട് ഏകദേശം ടെൻഡിങ് ടു 0, സ്മോൾ ഏരിയ, ഫോർ എ സ്മോൾ ഏരിയ, ആ ചെറിയ ഏരിയയിൽ അല്ലെങ്കിൽ ആ ഒരു പോയിൻറ്റിലെ ഫോഴ്സ് എന്നാണ് അതിനെ മീൻ ചെയ്യുന്നത്. അപ്പോൾ ആ പോയിൻറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ഡെൽറ്റ എ ടെൻസ് ടു 0 എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. ഇതാണ് അതിൻ്റെ മാത്തമാറ്റിക്കൽ ഡെഫിനേഷൻ. ഇനി നമ്മൾ പറയുകയാണ് പല ടൈപ്പ് സോളിഡ്സ് ഉണ്ട്. എലാസ്റ്റിക് ഉണ്ട്, ഇൻഇലാസ്റ്റിക് ഉണ്ട്. അതൊക്കെ എന്താണെന്നുള്ളതാണ് ജസ്റ്റ് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞേക്കാണ്. ഡീഫോർമേഷൻ ഓഫ് എ സോളിഡ് ഈസ് സെറ്റ് ടു ബി എലാസ്റ്റിക്. എപ്പോഴാണ് ഡീഫോർമേഷൻ ഇലാസ്റ്റിക് ആവുന്നത്? നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പം അതിൻ്റെ ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മളെന്ത് പറയും? അതിനെ ഇലാസ്റ്റിക് ആണെന്ന് പറയും അല്ലേ. ആണ് ഇഫ് ദ ബോഡി റീഗെയിൻസ് ഇറ്റ്സ് ഒറിജിനൽ സൈസ് ആൻഡ് ഷേപ്പ് ഓൺ ദ റിമൂവൽ ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഇൻഇലാസ്റ്റിക് എന്നായിരിക്കും പറയാം. റേഷ്യോ ഓഫ് സ്ട്രെസ് ടു സ്ട്രെയിൻ ഈസ് എ കോൺസ്റ്റൻറ്റ്, ദെൻ ദ മെറ്റീരിയൽ ഈസ് സെറ്റ് ടു ഹാവ് എ ലീനിയർ ഇലാസ്റ്റിക് ബിഹേവിയർ. അപ്പോൾ ഈ പറഞ്ഞ സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലൊരു ലീനിയർ വേരിയേഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള റേഷ്യോ കോൺസ്റ്റൻ്റ് ആവുക, അതായത് കൊടുക്കുന്ന സ്ട്രെസ്സിനനുസരിച്ച് ഉണ്ടാകുന്ന സ്ട്രെയിൻ, അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ ലീനിയർ ഇലാസ്റ്റിക് ബിഹേവിയർ എന്ന് പറയും. അപ്പോൾ എന്താണ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബോഡി ഡീഫോർമേഷൻ സംഭവിക്കുമ്പോൾ എന്താണ് ഒറിജിനൽ ഷേപ്പിൽ നിന്ന് വേറെ ഷേപ്പിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ ഒറിജിനൽ ഡയമെൻഷൻ ഇപ്പോൾ ലെങ്ത് ആണെങ്കിൽ L1 എന്ന് പറഞ്ഞ ലെങ്ത് ആയിരുന്നു, അത് L2 ആയിട്ട് മാറി, കൂടാം അല്ലെങ്കിൽ കുറയാം. അപ്പോൾ അവിടെ ഒരു ചേഞ്ച് വരുന്നു. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ, അതിനെയാണ് നമ്മൾ സ്ട്രെയിൻ എന്ന് പറയുക. അപ്പോൾ നമ്മൾ ഒരു സ്ട്രെസ്സ് കൊടുത്തു, സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്ട്രെയിൻ ഉണ്ടായി. ഇനി ഇത് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയും? ലീനിയർ ഇലാസ്റ്റിക് ആണെന്ന് പറയുന്നു, അല്ല എങ്കിൽ നോൺ ലീനിയർ ഇലാസ്റ്റിക് എന്ന് പറയുന്നു. ഇനി ടിപ്പിക്കൽ ലോഡിങ് കണ്ടീഷൻസ് മെയിനായിട്ട് പ്രധാനമായിട്ട് 5 ടൈപ്പ് ലോഡിങ് കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ടെൻസൈൽ, ദെൻ കംപ്രസീവ്, ബെൻഡിങ്, ഷിയർ, ടോർഷൻ. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ടെൻസൈൽ ഫോഴ്സ്, ഇത് ടെൻസൈൽ ഫോഴ്സും കംപ്രസീവ് ഫോഴ്സും നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു? ലോഡ് ആക്ട്സ് ത്രൂ ദ ആക്സിസ് ഓഫ് ദ ബോഡി അലോങ് ദ ഔട്ട്വേർഡ് നോർമൽ ടു കോസ് ഇൻക്രീസ് ഇൻ ദ ലെങ്ത്. അപ്പോൾ വലിച്ച് നീട്ടുന്ന രീതിയിലുള്ള ഫോഴ്സ്, ലോഡ്, അതാണ് നമ്മൾ ടെൻസൈൽ. ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കംപ്രസീവ്. ലോഡ് ആക്ട്സ് ത്രൂ ദ ആക്സിസ് ഓഫ് ദ ബോഡി അലോങ് ദ ഇൻവേർഡ് നോർമൽ ടു കോസ് എ ഡിക്രീസ് ഇൻ ദ ലെങ്ത്. നെക്സ്റ്റ് ബെൻഡിങ് എന്ന് പറയുമ്പോൾ എന്താണ്? വളയ്ക്കുന്നത്. ലോഡ് ആക്ട്സ് ട്രാൻസ്ഫേഴ്സ് ടു ദ ബോഡി ആക്സിസ് ആൻഡ് ചേഞ്ച് ദ ഷേപ്പ് ഓഫ് ദ ബോഡി ഇൻ ടു എ കർവ്. ഇനി നെക്സ്റ്റ് ഷിയർ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? പാരലായിട്ട് ബോഡിയിൽ പാരലായിട്ട് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ ഷിയർ ചെയ്ത് പോവാണ് അല്ലേ, അല്ലെങ്കിൽ പ്ലെയിൻസ് തമ്മിൽ തെന്നി നീങ്ങാനുള്ള ഒരു ടെൻഡൻസിയാണ് വരിക. ആ രീതിയിൽ പോകുന്നതിനെയാണ് നമ്മൾ ഷിയറിങ് എന്ന് പറയുക. അതാണ് ലോഡ് ആക്ട്സ് പാരലൽ ഓർ ടാൻജൻഷ്യൽ ഡയറക്ഷൻ ടു ദ ബോഡി സർഫസ് കോസിങ് എ ഷേപ്പ് ഓഫ് ദ ചേഞ്ച്, ഷേപ്പ് ചേഞ്ച്. ഇവിടെ ഷേപ്പ് ചേഞ്ച് ആണ് ഉണ്ടാവുക. അപ്പോൾ ഈ ടെൻസൈൽ അല്ലെ കംപ്രസീവ് ഫോഴ്സുകൾ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ പൊതുവേ നോർമൽ ഫോഴ്സസ് എന്നാണ് പറയുക. ഈ നോർമൽ ഫോഴ്സുകൾ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻലി ഉണ്ടാകുന്നത് വോളിയം ചേഞ്ച് ആയിരിക്കും, വോളിയത്തിനായിരിക്കും ചേഞ്ച് ഉണ്ടാവുക. പക്ഷേ ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് ഉണ്ടാകുന്നത് ഷേപ്പ് ചേഞ്ചാണ്. ഷേപ്പാണ് ചേഞ്ച് ചെയ്യുക, ഷേപ്പ് മാത്രമേ ചേഞ്ച് ചെയ്യുള്ളൂ, വോളിയത്തിന് വലിയ ചേഞ്ച് ഉണ്ടാവില്ല. അതാണ് തമ്മിലുള്ളൊരു ഡിഫറൻസ് വരിക. നെക്സ്റ്റ് ടോർഷൻ എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റിങ് കാരണം ഉണ്ടാകുന്ന
ഇപ്പോൾ ലോഡിംഗ് ഈസ് സച്ച് ദാറ്റ് ദ പോയിൻറ്റ്സ് ഓൺ എ ബോഡി ആർ റൊട്ടേറ്റഡ് ഓർ ട്വിസ്റ്റഡ് എബൌട്ട് ദ പോയിൻറ്റ്. അതാണ് ടോർഷൻ. ഇത്രയെണ്ണമാണ് ടിപ്പിക്കൽ ലോഡിംഗ് കണ്ടീഷൻസ്.